കേട്ടിട്ടില്ല, പാവം പറഞ്ഞിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ചില കൂട്ടുകാരുണ്ട്. അള്ളാഹു നമുക്ക് ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരാരെന്നറിയുവോ? അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ സൈന്യം, അള്ളാഹുവിന്റെ മലക്ക് ജനിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാപം ചെയ്തിട്ടില്ല. അവര് പാപം കണ്ടിട്ടില്ല, അവര് പാപം പറഞ്ഞിട്ടില്ല, അവര് ഹറാമ് തിന്നിട്ടില്ല. അവർക്ക് ഒറ്റ വാക്കേ അറിയൂ, അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ. ജനിച്ചത് മുതൽ മരിക്കണ വരെ ഇത് തന്നെ ചെയ്യും. ഈ മലക്കുകളുടെ കൂടെ കൂടിയ നിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അള്ളാഹു മലക്കുകളുടെ കൂടെ കൂടാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് കൂടിക്കൂടെ? പെരുവഴിയിൽ ഇട്ടിട്ട് പോകില്ല ചങ്ങാതി, മലക്കുകളെ കൂട്ടുകാരാക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കില്ല, അവിടെ എന്തിനാ നോക്കണേ? 6 അടി നീളത്തിൽ ഞാൻ ഇവിടെ നിൽക്കണില്ല, ഇങ്ങോട്ട് നോക്ക്. എന്താ എല്ലാരും അങ്ങോട്ടാ നോക്കണം? അടച്ചാനെ ഞാനും കൂടെ അങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്, ഞാനിവിടെ നിൽക്കണ്ടില്ലേ? എന്താ വെളുത്തൊക്കെ നിൽക്കണ്ടില്ലേ? ഡ്രസ്സൊക്കെ ഇട്ട് മലക്കൾ നിൽക്കണ പോലെ ഇങ്ങോട്ട് നോക്ക്. അതാ പറഞ്ഞ ഉസ്താദ്മാരാക്കണം മക്കളെ, അതാ പറഞ്ഞ ഉസ്താദ്മാരാക്കണം. ഏറ്റവും വലിയ ഗ്ലാമർ അല്ലേ? വെള്ള ജുബയും തൊപ്പിയൊക്കെ ധരിച്ചങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ ഇല്ലേ? അൽഹംദുലില്ലാഹ്. അത് ഇൽമിന്റെ പ്രകാശമാണ്, ചുമ്മാതല്ല, ഓസിന് കിട്ടണതല്ല. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന കാലം നൂറുല്ലാഹി ഹഖുൻ നൂറുല്ലാഹി ലാ യുഅ്താ ലിയാസി. അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്നതാ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള എന്ത് ഏതാ ചിന്തിക്കണം. വിവിപിയ എന്നെക്കാളും പ്രായമുള്ളവർ നമ്മൾ വരുമ്പോൾ എഴുന്നേക്കണില്ലേ? ഇവിടെ മന്ത്രി ആയാലും ആരാണെങ്കിലും ഒരു മുത്തല്ലിമിനെ കാണാൻ എഴുന്നേക്കണ്ടേ? അതൊരു അതല്ലേ വലിയൊരു പട്ടം, വലിയൊരു ഭാഗ്യം അതല്ലേ? എവിടെ ചെന്നാലും മനോഹരമായ ഫുഡ്. മുത്തല്ലിങ്ങളെ ഞങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കായിരുന്നു, ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത 2 ഫുഡാണ്. എന്ത്? സാമ്പാർ ജീവിതത്തിൽ കണ്ടുകൂടാ, പുട്ട് ജീവിതത്തിൽ കണ്ടുകൂടാ. പുട്ടും സാമ്പാറെന്ന് പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും വലിയ വെറുപ്പുള്ള സാധനം. കാരണം എന്തേ? കോളേജിൽ ഒന്നും ഇത് തന്നെ. ഞാൻ ചിന്തിക്കാറുണ്ട്, അള്ളാഹു ശനി ഞായർ ഒന്ന് വന്നിരുന്നെങ്കിൽ. എന്ത്? ശനിയാഴ്ച ഇറച്ചി. ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ആ മുത്തല്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ ഇപ്പം ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ, സഹിച്ചോണം, കുഴപ്പമൊന്നുമില്ല. ഞാനൊക്കെ പഠിക്കണ കാലത്ത് സാമ്പാറെന്ന് പറഞ്ഞാൽ കൊല്ലും. പടച്ചോനെ അങ്ങനത്തെ ജീവിച്ചിരുന്ന. പക്ഷെ ഇന്ന് ഏറ്റവും ഇഷ്ടം എന്തെന്നറിയോ? സാമ്പാറാ. ഇന്ന് സത്യം പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മട്ടനൊന്നുമല്ല, സാമ്പാറാ. കാരണം എന്തേ? എവിടെ ചെന്നാലും ഇറച്ചിയാ, സാമ്പാർ ആരും തരാറില്ല. എവിടെ ചെന്നാലും. കാരണം എന്താ? നല്ല എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിയുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്നൊരു അംഗീകാരമാണ്. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകളുടെ കൂടെ കൂടിക്കോ. കൈ ഒഴിഞ്ഞിട്ട് പോകത്തില്ല, തേച്ചിട്ട് പോകൂല. കൂടെ കിടക്കുന്നവർ വരെ തേച്ചിട്ട് പോണ കാലമാണ്. സ്വന്തം മക്കൾ വരെ തേച്ചിട്ട് പോകുന്ന കാലം ഈ കാലഘട്ടത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ തേച്ചിട്ട് പോകുന്നവരെല്ലാം മലക്കുകൾ മരിച്ചാലും കൂടെ ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മലക്കുകളുടെ കൂടെ കൂടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട്. ഓസിന് കിട്ടൂല. മലക്കുകളുടെ കൂടെ കൂടണമെങ്കിൽ പെട്ടെന്ന് കിട്ടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മലക്കുകളുടെ കൂടെ കൂടണമെങ്കിൽ, മലക്കുകളെ കൂട്ടുകാരാക്കണമെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സ്വഹാബിയുടെ രൂപത്തിലാണ് പ്രവാചകന്റെ മുന്നിൽ കടന്നു വരുന്നത്. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മുത്തുനബി സംസാരിക്കുകയാണല്ലോ. അതാ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവിടെ ഇങ്ങനെ അതാ ഒതുങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ?
അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, ആ പോകുന്നത് അബൂദറിൽ ഗിഫാരിയല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാ ജിബ്രീൽ? ആ പോകുന്നത് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയെ കുറിച്ച് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറയുന്നു, നബിയേ, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഇ അശ്ഹറു ഫിൽ അർദ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂദറിന് മലക്കുകൾക്ക് എല്ലാവർക്കും അറിയാം നബിയേ. മലക്കുകൾക്ക് നല്ല പരിചയമുള്ള ആളാണ് അബൂദർ. അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു മലക്കുകൾക്ക് നല്ല പരിചയമുള്ള മനുഷ്യനാണ്. മലക്കുകൾക്ക് നല്ല പരിചയമുള്ള സ്വഹാബിയാണ്. ദുനിയാവിലെ ആൾക്കാർ അറിയുന്നതിനേക്കാൾ അബൂദറിനെ മലക്കുകൾക്ക് അറിയാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. മസ്ജിദുൻ നബവിയുടെ ചാരത്ത് കിടക്കുന്ന പാവപ്പെട്ടവരാ, കഴിക്കാൻ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും ഭക്ഷണമില്ലാത്ത പാവപ്പെട്ടവനാ, ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു ജോഡി ധരിക്കാനില്ലാത്ത സ്വഹാബിയാ. ഈ സ്വഹാബിയ മലക്കുകൾക്ക് മുഴുവനും പരിചയമാണ്. മലക്കുകൾക്ക് മുഴുവനും പരിചയമാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, കാരണം എന്തേ ജിബ്രീൽ? യാ റസൂലല്ലാഹ്, അബൂദറിനൊരു ഗുണമുണ്ട് നബിയേ, അബൂദറിനൊരു സ്വഭാവമുണ്ട് നബിയേ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വാപ്പമാരോട്, എന്റെ ഉമ്മ പെങ്ങന്മാരോട് എനിക്ക് പറയാറുള്ളത്, മലക്കുകളെ കൂട്ടുകാരനാകണമെങ്കിൽ, മലക്കുകളുടെ കൂട്ടുകാരാകണമെങ്കിൽ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗുണം നിനക്കും ഉണ്ടാകണം ചെറുപ്പക്കാരാ. ആ സ്വഹാബിക്കുണ്ടായിരുന്ന സ്വഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അവിടെന്ന് പറഞ്ഞു, നബിയേ, ആ സ്വഹാബികളുടെ ഗുണം എന്തായിരുന്നെന്നറിയുമോ? വല്ലാത്ത പരിത്യാഗിയായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ ദുനിയാവിനോട് ഇഷ്ടമില്ലാത്ത സ്വഹാബിയാ, ഈ ദുനിയാവിനെ സ്നേഹിക്കാത്ത സ്വഹാബിയാ. ദുനിയാവിനോട് സ്നേഹമില്ലായിരുന്നു, പണത്തിനോട് ആർത്തിയില്ലായിരുന്നു, കൊട്ടാരങ്ങളോട് മോഹമില്ലായിരുന്നു. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ എന്റെ പ്രിയമുള്ളവരെ ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത മാത്രമാ, ദുനിയാവിനോടൊരാഗ്രഹവുമില്ല. പക്ഷേ നമ്മൾ അങ്ങനല്ലല്ലോ, നമുക്ക് ദുനിയാവിനോട് വല്ലാത്ത പ്രേമമാ. എങ്ങനെയെങ്കിലും ഈ ദുനിയാവെന്ന് കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി രാപ്പകലുകൾ കടന്നു നെട്ടോട്ടം ഓടുന്നവരാണ്. സ്വന്തം ആരോഗ്യം പോലും കളഞ്ഞിട്ട്, അല്ലാഹുവിനെ മറന്നിട്ട് പോലും ദുനിയാവിനെ വാരിപ്പുണരുന്നവരെ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, നിങ്ങൾ നാളത്തേക്കൊന്നും കരുതി വെക്കല്ലോ, റിസ്ക് തരുന്നവൻ ഞാനാ, ഭക്ഷണം തരുന്നവൻ ഞാനാ, നിങ്ങൾ നാളത്തേക്ക് ഒന്നും കരുതി വെക്കരുത്. അല്ലാഹുവേ, മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല. എന്തെങ്കിലും തന്റെ കയ്യിൽ കിട്ടിയാൽ, എന്തെങ്കിലും തന്റെ കയ്യിൽ കിട്ടിയാ വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് അത് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. എന്ത് കിട്ടിയാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന സ്വഹാബിയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അങ്ങനല്ല. പടച്ചവനെ വളർന്നു വരുന്ന കൊച്ചുകുട്ടികളോട് പോലും പണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവരാ. എങ്ങനെയും ഹറാമും നോക്കൂല, ഹലാലും നോക്കൂല. എങ്ങനെയെങ്കിലും സമ്പത്ത് വാരിക്കൂട്ടുന്നതിന് വേണ്ടി കിടന്ന് പരക്കം പായുന്നവരാ. ഏതു വഴിയിലൂടെയും പണമുണ്ടാക്കണമല്ലോ. അവനെ കൊന്നിട്ടാകട്ടെ, കള്ള് കച്ചവടം നടത്തിയിട്ടാകട്ടെ, പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, മയക്കുമരുന്ന് കച്ചവടം നടത്തിയിട്ടാകട്ടെ, ഏത് വൃത്തികെട്ട രീതിയിൽ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും മയക്കുമരുന്ന് കൊടുത്തിട്ട് പണമുണ്ടാക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഹജ്ജിന് പോയവനും ഉംറയ്ക്ക് പോയവനും പള്ളിയിൽ പോകുന്നവനും നിസ്കരിക്കുന്നവനും തടമ്പുള്ളവനും
പലിശ കച്ചവടം നടത്തുന്ന കാലമല്ലേ. ലോട്ടറി എടുത്തിട്ട് പെട്ടെന്ന് പണക്കാരനാകാ. അല്ലാഹുവിന്റെ പള്ളിയിൽ മുനിസിപ്പലിരിക്കുന്നവന് നമസ്കരിക്കുമ്പോഴും അവന്റെ പോക്കറ്റിന്റെ അകത്ത് ലോട്ടറിയാണ്. എന്തിനാ സഹോദരാ ഈ ദുനിയാവിന്റെ പുറകിൽ കിടന്ന് പരക്കം പായുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടു. എന്റെ കടയുടെ മുന്നിലൂടെ, വീടിന്റെ മുന്നിലൂടെ പ്രായമുള്ള രോഗം പിടിച്ച ബാപ്പമാര് നടക്കാൻ കഴിയാതെ വേച്ച് നടന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കണ്ടാൽ കേറാത്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അപ്പോഴും നീ എന്തേ പള്ളിയിൽ പോകാത്തതിന്റെ കാരണമെന്ത്? ആരെങ്കിലും കടയിൽ വന്നാലോ കച്ചവടം നടത്തണമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിനെ മറന്നിട്ട് കച്ചവടം നടത്തുന്നവരെ, അല്ലാഹുവിനെ നന്ദി കാണിക്കാതെ നന്ദികേട് കാണിക്കുന്നവര്, മോനെ അല്ല പറഞ്ഞതെന്തെന്നറിയുമോ? ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിനെ നന്ദി കാണിക്കാതെ കച്ചവടം നടത്തുന്നവന്, 5 മിനിറ്റ് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാത്തവര്, എടാ നിന്റെ കട പൂട്ടുവടാ. അല്ലാഹുവാ നിനക്ക് കട തന്നത്, അല്ലയാ നിനക്ക് കച്ചവടം തരുന്നത്, അല്ലാഹുവാണ് നിനക്ക് പണം തന്നത്. ഈ പണം അല്ലാഹു നിനക്ക് നൽകിയപ്പോ ആ പടച്ച റബ്ബിനോട് നന്ദികേട് കാണിച്ച അല്ല എല്ലാ തകർക്കുമടാ. അല്ലാഹു സർവ്വതും തകർത്ത് കളയുമെന്ന് ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് ദുനിയാവിന്റെ പുറകെ പോകുന്നവരോട് നീ എത്ര കടന്ന് കരഞ്ഞു വിളിച്ചിട്ടും കാര്യമില്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. 2 കൈയും ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മൂസാ നബി അത്ഭുതമായി അവിടെ നിന്ന് നടന്നുപോയി. തിരിച്ചു വരുമ്പോഴും അതേപോലെ ആ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് കരഞ്ഞു ദുആ ചെയ്യുകയാ. മൂസാ നബി അവിടെ നിന്ന് അല്ലാഹുവേ ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് ഈ ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാഹ്. മുത്തുനബിയാകവേ മൂസാ നബി അവിടെ നിന്ന് പറന്നു കഴിയുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, വേണ്ട നബിയേ, ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഇവൻ ഇവിടെ ഇരുന്ന് ഖിയാമത്ത് നാൾ വരെ കരഞ്ഞാൽ, ഇവിടെ ഇരുന്നിട്ട് ഇവന് ഖിയാമത്ത് നാൾ വരെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞവന്റെ കണ്ണുനീര് തീർന്നിട്ട് തലച്ചോറ് കണ്ണിലൂടെ ഇങ്ങനെ താഴെ വീണോ. കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് കൈ രണ്ടും ഒടിഞ്ഞുപോയി. ഇവൻ ഇവിടെ ഇരുന്നിരുന്ന് ഇവന്റെ നട്ടല്ലൊടിഞ്ഞു പോയി. ഇതുപോലെ എത്ര ഇവിടെ ഇരുന്ന് കരഞ്ഞാലും അല്ല ഇവന്റെ ദുആ സ്വീകരിക്കില്ല നബിയേ. ജിബ്രീലേ, ഇവനെന്ത് പാപമാ ചെയ്തത്? കള്ളു കുടിച്ചവനല്ല, വ്യഭിചരിച്ചവനല്ല, പലിശ തിന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, ശിർക്ക് ചെയ്തവനല്ല. എന്തേ അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കാത്തത്? ഇവൻ ദുനിയാവിനെ സ്നേഹിച്ചവനാ നബിയേ. ആഖിറത്തിനെ മറന്നിട്ട്, അല്ലാഹുവിനെ മറന്നിട്ട് ദുനിയാവിനെ സ്നേഹിച്ചവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ദുനിയാവിനെ പ്രേമിക്കല്ലേ, ചതിച്ച് കളയുമടാ ചെറുപ്പക്കാരാ. ദുനിയാവ് നിന്നെ ചതിക്കും മോനെ, ദുനിയാവ് നിന്നെ ചതിക്കും മോനെ. മോനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞ ദുനിയാവ് നിന്റെ പുറകെ വരും. വേണമെന്ന് പറഞ്ഞ് കൂടെ പോയാ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും മുസ്ലിമേ. മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തനിക്കുള്ളതെല്ലാം പടച്ചവരെ ദീനിന് കൊടുക്കുകയാ. ആരെങ്കിലും തന്റെ വീടിന്റെ അകത്ത് എന്തെങ്കിലും കരുതി വെച്ചാ ചെന്നിട്ട് പറയുമായിരുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കിടന്നു വരുമ്പോൾ ഇതെല്ലാം തീയായിട്ട് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ ഏറ്റവും അവസാനം ഇങ്ങനെ ഓടി വരികയാണ്. പ്രവാചകൻ പറഞ്ഞു, അബൂദറേ, യമൂതു വഹദാ, നീ ഏകനാ
ഏകനായിട്ടാ മരിക്കുന്നത്, നീ ഏകനായിട്ടാ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പണകാര് സൂക്ഷിച്ചാലും ചെന്നിട്ട് വിഷയമുണ്ടാക്കുകയാ. നബിയുടെ കാലഘട്ടം കഴിഞ്ഞു, അബൂബക്കർ തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു, ഉമർ തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു, ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടം വന്നപ്പോ നാട്ടുകാർ മുഴുവനും പരാതി പറയാൻ തുടങ്ങുമ്പോ മഹാനായ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് നാട് കടത്തുകയാണ്. പടച്ചവനെ, അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബവുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാ. അവസാനം മരണസമയമെടുത്തപ്പോ, സക്കറാത്തിന്റെ അവസ്ഥയെടുത്തപ്പോ തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് വാപ്പ പറഞ്ഞതെന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് 10 വയസ്സുള്ളവനോട് 12 വയസ്സുള്ളവനോട്, എടാ നല്ലതുപോലെ പഠിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ സമ്പത്ത് കിട്ടൂ, എങ്കിലേ ജീവിക്കാൻ പറ്റൂ. 10 വയസ്സുള്ളവനോടും പണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കള്. മഹാനായ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞതെന്തെന്നറിയോ? മക്കളെ, വാപ്പാനെ ശപിക്കല്ലേ, വാപ്പാനെ വെറുക്കല്ലേ, വാപ്പാന്റെ കയ്യിലൊന്നുമില്ല മക്കള്, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തു, എല്ലാ പാവങ്ങൾക്ക് കൊടുത്തു, വാപ്പയുടെ കയ്യിലൊന്നുമില്ല മോനെ. കാരണം അല്ലയാ പറഞ്ഞത് ഒന്നും കൂട്ടി വെക്കരുതെന്ന്, നാളത്തേക്ക് പണം കൂട്ടി വെക്കരുതെന്ന് അല്ലയാ പറഞ്ഞത്. അതുകൊണ്ട് വാപ്പ ഒന്നും കൂട്ടി വെച്ചിട്ടില്ല. എന്ത് കിട്ടിയാലും വാപ്പ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. എന്നിട്ട് അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞതെന്തെന്നറിയോ? മോനെ, വാപ്പ മരിച്ചു പോയാ പുതിയ കഫൻ തുണി പോലുമില്ല പൊന്നുമോനെ. എന്റെ ജനാസ പൊതിയ പോലെ കഫൻ തുണിയില്ല. അതുകൊണ്ട് വാപ്പ മരിച്ചു കഴിഞ്ഞാ എന്റെ ജനാസ കുളിപ്പിച്ചിട്ട് എടുത്തു വഴിയിൽ കൊണ്ടുവെക്കണം. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. പണത്തിന് പരക്കം പായുന്നവര്, പണത്തിനോടുള്ള ആർത്തി മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നവര്, എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള കുറുക്കു വഴി പറഞ്ഞു കൊടുക്കുന്നവര്, ഒരു വാപ്പ മരിക്കുന്ന സമയത്ത് മക്കളോട് പറയുന്നു, എന്റെ കഫം പൊതിയാ തുണിയില്ല മോനെ, എന്റെ ജനാസ വഴിയിൽ കൊണ്ടുവെക്കണം. ഉംറ കഴിഞ്ഞിട്ട് വരുന്നവരോട് പറയണം, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, മയ്യത്ത് പൊതിയാ തുണിയില്ല. നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാ പറയണേ മക്കള്. ഒരു വാപ്പ പറഞ്ഞു കൊടുത്ത കഥയാ. മഹാനായ അബൂ ദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെടുകയാണ്. പടച്ചവരെ, ഭാര്യയും മക്കളും കൂടെ വാപ്പാനെ കുളിപ്പിച്ചു. അവസാനം അവിടുന്ന് ജനാസ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് റോഡിൽ വെച്ചിട്ട് കാത്തിരിക്കുകയാ. റോഡിൽ വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, അതാ ഉംറ കഴിഞ്ഞൊരു സംഘം കടന്നു വന്നു. ആരാ കടന്നു വന്നത്? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. മക്കള് കാത്തു നിന്നിട്ട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, ജനാസ പുതിയ കഫൻ തുണിയില്ല, അതുകൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രം വെച്ചിട്ട് വേണം. എന്റെ പിതാവിന്റെ ജനാസ പുതിയ വാപ്പ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ജനാസയുടെ മുഖമങ്ങ് മാറ്റുമ്പോ, അവിടുത്തെ തുണിയങ്ങ് ഉയർത്തി നോക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, മഹാനായ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് സത്യമായി. കാരണം ഏകനായിട്ടാ മരിക്കുന്നത്. അവസാനം അതാ ഇഹ്റാമിന്റെ വസ്ത്രത്തിന്റെ അകത്ത് ജനാസ പൊതിഞ്ഞിട്ട് ആരാരുമില്ലാത്ത മരുഭൂമിയിൽ പടച്ചവരെ കബർ കുത്തിയിട്ട് അവിടുത്തെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് കബറടക്കിയെന്ന ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മലക്കുകളുടെ കൂട്ടുകാരാകണോ, മലക്കുകൾ നിങ്ങളുടെ കൂട്ടുകാരാകണോ,
ഒന്നാമത്തെ വഴിയുണ്ട്, ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ, ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞോ, പണത്തിനോടുള്ള ആർത്തി കളഞ്ഞോ, കൊട്ടാരങ്ങളോടുള്ള മോഹം കളഞ്ഞോ, അല്ലാഹുവിന്റെ ആഖിറത്തിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവേ അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ, താരാട്ട് പാടാറ് തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ദുനിയാവ് വലിച്ചെറിഞ്ഞാൽ, ദുനിയാവ് വലിച്ചെറിഞ്ഞ മോനെ പാലരുവിയുണ്ടടാ, തേനിന്റെ നദികളുണ്ടടാ, കള്ളിന്റെ ആറുണ്ടടാ, കടിക്കാൻ ഭക്ഷണം ഏത് വേണമെന്ന് പറഞ്ഞാൽ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുമടാ, ജോലി ചെയ്യണ്ട, കഷ്ടപ്പാടില്ല, അല്ലാഹുവേ ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് ആസ്വദിച്ച് നടക്കാ, ഊർലീകളായ പെണ്ണുങ്ങള് മോനെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരുത്തനും തൊടാത്ത പെണ്ണുങ്ങള് നാളെ നിനക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലുണ്ട്. ഈ സ്വർഗ്ഗം നിനക്ക് വേണോ? ഈ സ്വർഗ്ഗം നിനക്ക് വേണോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞ മലക്കുകളുടെ ശഫാഅത്ത് ലഭിച്ചിട്ട് റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ മുന്നിലേക്ക് കടന്നുവല്ല, അല്ല ദുനിയാവിന്റെ പുറകെ നടന്ന നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് തെണ്ടണമടാ, അല്ലാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് യാചിക്കണം റബ്ബേ, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലപ്പോഴും അതിനോട്, ആ കാണുന്ന ഈ പാപങ്ങളൊക്കെ പോകുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്. എന്റെ കയ്യിലൊന്നുമില്ല അല്ലാ, അതുകൊണ്ട് അതിലേക്ക് നീയൊരു പാസുത എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ നിന്ന് തെണ്ടേണ്ടി വരും. അതുകൊണ്ട് സഹോദരാ, മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിൽ പോകണോ? ഒന്ന് ദുനിയാവിനെ വലിച്ചെറിഞ്ഞ നിനക്കല്ല അതിനുള്ള ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞാൽ മതി, ദുനിയാവിനോടുള്ള മോഹം കളഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ദുനിയാവിനെ ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടാനില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ചരിത്രം പറയാം. ദുനിയാവിന്റെ പുറകെ പോകുന്നവന്റെ അവസ്ഥ എന്തെന്നറിയോ? മനോഹരമായൊരു ചരിത്രം. അവന് പിന്നെ എത്ര ദീൻ പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. ഖുർആനും ഹദീസും ഖബറും മരണവും നരകവും പരലോകവും അസുറൊക്കെ പറഞ്ഞാലും ഓൻ ചോദിക്കും നരകത്തിന് ഇത്ര തട്ടല്ലേ, ഇന്ന തട്ടി ഇന്ന ആളല്ലേ കിടക്കണം, ഇങ്ങോട്ട് പറഞ്ഞിട്ട്. എന്റെ പ്രിയമുള്ളവരെ ഒരു ചരിത്രം പറയാം. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനും കൂടെ വരുന്നു, കൊണ്ടുപോകും, ഒരു യാത്ര പോവാ, ഞാനും കൂടെ വരുന്നു, കൊണ്ടുപോകും. ഈസാ നബി പറഞ്ഞു, പ്രവാചകനല്ലേ, കൂടെ കൂടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ നടന്ന് നടന്ന് ഒരു ഗ്രാമത്തിലൂടെ വേണം പോകാൻ. ഒരു ഗ്രാമത്തിലേക്ക് ചെന്നപ്പോ പ്രവാചകനാണല്ലോ, എല്ലാവരും കൂടെ ഈസാ നബി അലൈഹിസ്സലാമിനെ സ്വീകരിച്ചു, എല്ലാവരും സ്വീകരിച്ചു. അവസാനം അവിടെ നിന്ന് 3 ചപ്പാത്തി എടുത്തു പൊതിഞ്ഞിട്ട് ഈ കൂടെ വന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. 3 ചപ്പാത്തി എടുത്ത് ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഈ മനുഷ്യനാണെങ്കിൽ 3 ചപ്പാത്തിയിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അങ്ങ് കഴിച്ചു കാണിച്ചു. ഈസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ ഈസാ നബി ചോദിച്ചു, അവിടെ നിന്ന് എന്താ തന്നപ്പോ? ചപ്പാത്തി തന്ന നബിയെ. എത്രണ്ണം തന്നു? 2 എണ്ണമേ തന്നുള്ളൂ. ഈസാ നബി ചോദിച്ചു, 3 എണ്ണം തന്നില്ല? ഇല്ലില്ല, 2 തന്നുള്ളൂ. കള്ളം പറഞ്ഞു ആ ചെറുപ്പക്കാരൻ, 2 തന്നുള്ളൂ. ഈസാ നബി ചോദിച്ചു, 3 അല്ല? ഇല്ല, 2 ഉള്ളൂ. കുറച്ചു മുന്നോട്ട് നടന്നു ചെന്നപ്പം മുന്നിൽ സമുദ്രമാ, വള്ളവോ ബോട്ടോ ഒന്നുമില്ല. ഈ മനുഷ്യൻ ചോദിച്ചു, ഇനി എങ്ങനാ പോവാ?
ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നീ എന്റെ കയ്യിൽ പിടിക്കാൻ. കയ്യിൽ കയറി പിടിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റോഡിലൂടെ നടന്നു പോകുന്നത് പോലെ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോയി. വെള്ളത്തിന്റെ മുകളിലൂടെ ഈസാ നബിയും ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നുപോയി. നടന്ന് അക്കരെ ചെന്നപ്പോ ഈ മനുഷ്യൻ പറയാ, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം പടച്ചവനെ, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നല്ലോ അല്ലാ, നിങ്ങൾ സാധാരണ ആളൊന്നുമല്ല. ഞാൻ പറയാ. അപ്പൊ ഈസാ നബി ചോദിച്ചു, എടാ അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നു? 2 തന്നുള്ളൂ നബിയെ. കള്ളം പറഞ്ഞു. എടാ, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കണമെങ്കിൽ ഒരു സാധാരണ ആളല്ല. ഈ മനുഷ്യനെ അറിയൂന്ന് ചിന്തിക്കാൻ അവന് ബോധമില്ല. അവൻ പറഞ്ഞു, കള്ളം പറഞ്ഞു. ഈസാ നബി മുന്നോട്ട് പോയി. നബിയെ, വിശക്കുന്നു നബിയെ. ഒരു മാനിനെ പിടിച്ചു, അറുത്തു. അൽഹംദുലില്ലാ, നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലുകൾ മുഴുവനും വാരി കൂട്ടി വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നോക്കുമ്പോ മാൻ എഴുന്നേറ്റ് ഓടുക. ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം, നമ്മൾ തിന്ന മാനാണോ അല്ലാ ഈ പോകുന്നത് പടച്ചവനെ. ഈസാ നബി ചോദിച്ചു, അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 തന്നുള്ളൂ നബിയെ. ഇപ്പോഴും കള്ളം പറഞ്ഞു. അവസാനം നടന്ന് മരുഭൂമിയിലെത്തി. ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ മണ്ണ് വാരി 3 പ്രാവശ്യം ഇങ്ങനെ മണ്ണ് വാരി കൂട്ടി. 3 കൂനകൾ മണ്ണ് വാരി കൂട്ടി. എന്നിട്ട് ഇതിന്റെ മുകളിൽ കൈവച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3 സ്വർണ്ണക്കട്ടയായി. ഈസാ നബി പറഞ്ഞു, ഒന്ന് എനിക്ക്, ഒന്ന് നിനക്ക്. ഇങ്ങോട്ട് നോക്ക്, കഥ കേട്ട. ഇനിയാണ് ഗുണപാഠം. ഈസാ നബി പറഞ്ഞു, ഒന്ന് എനിക്ക്, ഒന്ന് നിനക്ക്. അപ്പൊ ഈ ചങ്ങാതി ചോദിച്ചു, നബിയെ, ഈ മൂന്നാമത്തത് ആർക്കാ? ഒന്ന് നമുക്ക്. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ഈ മൂന്നാമത്തത് ആർക്കാ? ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അവിടെ നിന്ന് തന്ന 3 ചപ്പാത്തിയിൽ 1 തിന്നവനുള്ളതാണ്. എന്താ പറഞ്ഞേ? അവിടെ നിന്ന് തന്ന 3 ചപ്പാത്തിയിൽ 1 തിന്നവനാണ് ഈ മൂന്നാമത്തെ സ്വർണ്ണ. അല്ലാഹുവേ, നബിയെ, ഞാനാ തിന്നത്. ഞാൻ തിന്നു നബിയെ. ആണയിട്ടിട്ട് പറയാ, ഞാൻ തിന്നു നബിയെ. ഈസാ നബി പറഞ്ഞു, എന്നാ പിന്നെ 3 നീ തന്നെ എടുത്തോ, എനിക്ക് വേണ്ട. 3 നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഈസാ നബി അലൈഹി സ്വലാം നടന്നുപോയി. ഇവനാണെങ്കിൽ 3 സ്വർണ്ണക്കട്ട കിട്ടിയ ആർത്തിയിൽ വാരി കൂട്ടാ. ഇവങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ 3 ചെറുപ്പക്കാര് കുതിരയുടെ മുകളിൽ ഇങ്ങനെ വരികയാ. പിന്നെ പറയണോ, ആ കാലഘട്ടമല്ലേ. ഒരുത്ത സ്വർണമായിട്ടിരിക്കണം. ഈ 3 എന്ത് ചെയ്തു? 3 പേരും കൂടെ ഇവനെ തല്ലിക്കൊന്നു. 3 പേരും കൂടെ ഇവനെ തല്ലിക്കൊന്നിട്ട് ഇവന്മാര് 3 പേരും കൂടെ ചാക്കി നിറയ്ക്കുക. പകുതി എടുക്കാമല്ലോ, എന്തിനാ ഇവന് കൊടുക്കണേ? ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോ ഇവനെ കൊന്ന അവൻ്റെത് കൂടെ നമുക്കെടുത്തൂടെ? എന്തിനാ ഇവന് വെറുതെ കൊടുക്കണേ? നമുക്ക് റെഡി. അപ്പൊ അങ്ങനെ ഇവര് 2 പേരും കൂടെ തീരുമാനിച്ചു അവനെ കൊല്ലാൻ. എന്നാ പോയവൻ നല്ല മാന്യനായിരുന്നു. അവൻ ചിന്തിച്ചു, അല്ലാഹുവേ, ചോറിന്റെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ അകത്ത് ഇത്തിരി വിഷം കലക്കി കൊടുത്ത ഇവന്മാര് 2 തിന്നിട്ടങ്ങ് ചാകും. എനിക്ക് ഒറ്റയ്ക്കെല്ലാം കൂടെ അങ്ങ് എടുക്കാൻ. അതല്ലേ ഇപ്പൊ കാഞ്ഞ ബുദ്ധി. ഓൻ നല്ലവനാ, ഓൻ അങ്ങനെ ചിന്തിച്ച് വിഷം കലർത്തി കൊടുത്താൽ 2 അങ്ങ് ചാവു, എല്ലാം കൂടെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാം. ചരിത്രം പറയുന്നു, ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വന്നപ്പോ ഇവന്മാര് 2 പേരും കൂടെ അവനെ കൊന്നു. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ഭക്ഷണം തിന്നിട്ട് ഇവന്മാരും ചത്തു. അവസാനം ഈസാ നബി അലൈഹിസ്സലാമും അനുയായികളും തിരിച്ചു വരുമ്പോ 4 എണ്ണം അവിടെ കിടക്കുന്നുണ്ട്, സ്വർണം അവിടെ ഇരിക്കുന്നുണ്ട്. ദുനിയാവിന്റെ പുറകിൽ പോകുന്നവന്റെ അവസ്ഥ ഇതാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ? എത്രയോ പേര് 2 നില കൊട്ടാരം പോലെയുള്ള വീട് പണിതിട്ടുണ്ട്, വലിയ വീട് പണിതിട്ടുണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്, ജോലിക്ക് ആളുണ്ട്, കൂടെ നടക്കാൻ ആളുണ്ട്, ജയ് വിളിക്കാൻ ആളുണ്ട്. എന്നാ വീടിന്റെ അകത്ത് സമാധാനമില്ല. വീട് മനുഷ്യ കൊട്ടാരത്തിലും പൈസയിലൊന്നും അല്ല കാര്യം. ഒരു വീടിന്റെ അകത്ത് സമാധാനം വേണമെങ്കിൽ 5 കാര്യങ്ങൾ സൂക്ഷിച്ചാലേ ആ വീട്ടിൽ സന്തോഷവും സമാധാനവും കിട്ടൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ടിട്ടില്ലേ? കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിയിട്ട് ആദ്യം വീട്ടിൽ കയറ്റിയത് മയ്യത്താണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ പരിസരത്തൊക്കെ ഒരുപാട് നാള് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വീട് വെച്ച് വീടിന്റെ പാല് കാച്ചി, അങ്ങനല്ലേ ഇപ്പൊ പറയൂടെ? താമസം എന്താ പറയാ? കുടിയിരിക്കുക അല്ലേ? കുടിയിരിക്കുന്നതിന്റെ മുമ്പത്തെ ദിവസം പോയ എത്ര പേരുടെ കഥ അറിയാം? എന്തേ അതിന്റെ കാരണം? 5 കാര്യങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 5-ാം തീയതി എങ്ങാണ്ട് ഇവിടെ അടുത്തെങ്ങാണ്ട് ഒരു വഴുതുണ്ട്. ഇവിടെ 9-ാം തീയതി ഇൻഷാ അല്ലാഹ് അതവിടെ പറയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എന്താ പറഞ്ഞു വന്നേ? ഇതേ പറഞ്ഞേ,
വീട് പിടിയൊക്കെ പോയി സ്വർണത്തിന്റെ കഥ പറഞ്ഞു പോയതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞാൽ മലക്കിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. സംഘാടകർ ബക്കറ്റ് എടുക്ക്, ഉണ്ടോ ഇല്ലെന്ന് പറയാം. സംഘാടകർ ബക്കറ്റ് എടുക്ക് മക്കളെ ബക്കറ്റ്. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക ചെയ്ത, എന്റെ സഹോദര, തലയുടെ മുകളിൽ നോക്കിക്കോ, ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ജനിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാപം ചെയ്യാത്ത മലക്ക. രാവിലെ വന്നതാ. എന്തിനാ വന്നതെന്നറിയോ? ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി നീ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സദക്ക ചെയ്ത, ആ മലക്ക്, അള്ളാഹുവിന് ദിക്റ് പറയുന്ന മലക്ക് പറയും, പടച്ചവനെ ഉള്ളത് കൊടുത്തവനാ അല്ലാ, നീ ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഉള്ളതിൽ പങ്ക് കൊടുത്തവനാ, നീ ബർക്കത്ത് ചെയ്യും. കൈകെട്ടിയിരിക്കുക, നോട്ട് പോക്കറ്റിനൊക്കെ തിരുപ്പുണ്ട്, ഇങ്ങനെ മുറുക്കിയിരിക്കുക. മലക്ക് ദുആ ചെയ്യും, അല്ലാഹ് ഉള്ളത് കൊടുത്തില്ല അല്ലാഹ്, നീയും പിടിച്ചു വെച്ചേക്കണേ എന്ന് പറഞ്ഞാൽ നീ യതീംഖാനയിലായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നീ ഉണ്ടായിട്ട് കൊടുത്തില്ലെങ്കിൽ ആ മലക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചവരെ നീയും ഇതുപോലെ അങ്ങ് പിടിച്ചു വെക്കണേ അല്ലാഹ്. വരുമാനം കുറയും മോനെ, കച്ചവടം കുറയും മോനെ. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന 140 മക്കളുണ്ട്. ആ മക്കൾക്ക് വേണ്ടിയാണ് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക ചെയ്തോ. സദഖത്തു റത്തുൽ ബലാ, ക്യാൻസർ മാറും അപ്പാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും വിറ്റുമറ്റ് ചിലവടിച്ചാലും മാറാത്ത രോഗമാ. വിറ്റ് ചെലവടിച്ചാലും ക്യാൻസർ മാറുമോ? കിഡ്നി തകർന്നു പോയാ മാറ്റിവെക്കാൻ 25-30 ലക്ഷമാണ്. മാറ്റിവെച്ചാലും രക്ഷപ്പെടണമെന്നില്ല. അല്ലാഹുവേ, ഈ ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഇട്ടാ അല്ലാഹു ആ വിപത്ത് തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോനെ, നീ പോറ്റി വളർത്തുന്ന നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കള്, ആ മക്കളുടെ ജനാസ കാണുക നിന്നെ കൊണ്ട് കഴിയോ? രാവിലെ ചിരിച്ചു കളിച്ചു പോയ പൊന്നാര മക്കളാ, വെള്ളത്തുടിയിൽ പൊതിഞ്ഞ് വീടിന്റെ അകത്ത് കൊണ്ടുവച്ചാ കാണാൻ കഴിയോ? ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ 4 വയസ്സുള്ള എന്റെ പൊന്നുമോന് ക്യാൻസറാ ഉസ്താദ്. അല്ലാഹുവേ, തന്റെ അനുജൻ വീടിന്റെ മുന്നില്, തന്റെ സഹോദരൻ വീടിന്റെ മുന്നില്, അയൽവാസികളുടെ മക്കള് വീടിന്റെ മുന്നിൽ കിടന്ന് കളിക്കുമ്പോ എന്റെ പൊന്നുമോന് കൊതിയുണ്ട് ഉസ്താദ്. എന്റെ പൊന്നുമോനുമൊന്ന് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അവന്റെ മുഖമല്ല കറുത്ത ഉസ്താദ്, കണ്ടിട്ട് സഹിക്കുന്നില്ല ഉസ്താദ്. മരിക്കാൻ ദുആ ചെയ്യാനും മനസ്സനുവദിക്കുന്നില്ല. രാത്രി എങ്ങും ഉറക്കമില്ല. എന്റെ പൊന്നുമോന് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദ്. 4 വയസ്സുള്ള എന്റെ പൊന്നുമോനെന്ത് പാപം ചെയ്തിട്ടാ? 4 വയസ്സുള്ള എന്റെ പൊന്നുമോനെന്ത് പാപം ചെയ്തിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, 4ാമത്തെ വയസ്സിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാ. 4ാമത്തെ വയസ്സിൽ നിങ്ങളുടെ പൊന്നുമോനെ പടച്ച റബ്ബിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാ കൊടുത്തത്. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള വിപത്തുകളെ തട്ടിമാറ്റാൻ ഈ കൊടുക്കുന്ന നിന്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ സദഖയ്ക്ക് കഴിയുമെന്ന് ആരാ പറഞ്ഞത്? പൈസ കിട്ടാ സിറാജ് പറഞ്ഞതല്ല. ജീവിതത്തിൽ ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, അസ്സദഖത്തു റത്തുൽ ബലാ. വിപത്തുകളെ സദഖ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദഖ കൊടുക്കുന്നു ഇവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇവരുടെ ദുനിയാവും ആഖിറവും നീ വെളിച്ചത്തിലാക്കണേ അല്ലാഹ്. മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടിയെത്തി യാചിക്കേണ്ട ഒരു ദുരവസ്ഥ നീ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലാഹ്.
മരിക്കണ കാലം വരെ അള്ളാഹു ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥയെ തൊട്ട് നമ്മളെയും നമ്മുടെ ഭാര്യ മക്കളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.